ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഓരോരോ പയ്യന്മാരുടെ കൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത്. ഈ പെണ്ണിനെ ഏതോ ലോഡ്ജിൽ നിന്ന് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിൽ ഒതുങ്ങിയത്. കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത്. നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ജസ്ന സലീം വീണ്ടും ഒരു അപരാധം പിടിച്ച വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് സ്മൃതിക്കെതിരെ. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇവിടെ എന്തിനുള്ള പുറപ്പാടാണ്? എന്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്ത് പുറത്തു വിടുന്നത്? സത്യം പറഞ്ഞ ജസ്ന, നിനക്ക് ഒരു മര്യാദയില്ല. നീ ആ കൃഷ്ണന്റെ പടം വരച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയല്ലേ? ആ ഒരു മര്യാദകൾ നിനക്ക് കാണിച്ചുകൂടെ നിന്റെ വാക്കുകളിൽ? അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് നീ വിളിച്ചു പോകുന്നത്? എന്താണ് നിന്റെ പുറപ്പാട്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ദുഷിച്ച നാവ്, പുഴുത്ത നാവ് എന്ന് വേണമെങ്കിൽ പറയാം നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. എന്തായാലും ജസ്നയുടെ ആ ഒരു വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഒരു സത്യത്തെ 100 പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറൂല. ഇപ്പം ഒരു മനുഷ്യക്കുഞ്ഞിനെ കൊന്ന ഒരുത്തി പുണ്യാളിച്ചും അത് കണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഞാൻ താടകയുമായി വന്നു. വിഷയമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളടുത്ത് ബോധിപ്പിച്ചിട്ട് ഇതോടുകൂടെ ഈ ഒരു വിഷയം വിടാനാണ് ഞാൻ തീരുമാനിച്ചത്. പേടിച്ചിട്ടാണെന്ന് ചിലരിപ്പോൾ പറയാൻ വരും. പേടിച്ചിട്ടല്ല. കാരണം ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാലറിയാം ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ സ്ത്രീയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാനത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നീ ഇത്രയും കാലം ചെയ്ത വീഡിയോസൊക്കെ റിമൂവ് ചെയ്താൽ ഞാനും റിമൂവ് ചെയ്തോളാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെണ്ണ് അതിനൊക്കെ ആയി കുറേ മെസ്സേജുകളൊക്കെ അയച്ചു. പെണ്ണ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു. എന്നതിന് ശേഷമാണ് എനിക്കെതിരെ ഒരു വാളുമായിട്ട് എന്നുള്ള രീതിയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം, ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ എൻ്റെ വോയിസ് അയച്ചു കൊടുത്തിട്ട് വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ആരോടും വീഡിയോ ചെയ്യാനും പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും എന്നെ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടില്ല. കാരണം സത്യം എവിടെയാണോ അതേ വിജയിക്കുള്ളൂ. അങ്ങനെ ഈ പെണ്ണ് ഇത് മറ്റുള്ളവരിലേക്കൂടി എത്തണം, ഇത് കള്ളത്തരമാണ് എന്നുള്ളത് മറ്റുള്ളവരിലേക്കൂടി എത്തണം എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ഈ പെണ്ണിനെ മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ, ഈ സത്യം മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയാം. സ്മൃതി ഞങ്ങളെയൊന്നും വിളിച്ചിട്ട് ഇന്നേ വരെ ഒരു വീഡിയോ ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ വായിൽ നിന്നും വന്ന വാക്ക് തെറ്റായത് കൊണ്ടും മാത്രം, എൻ്റെ സ്വന്തം താല്പര്യപ്രകാരം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി മറ്റുള്ളവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറയാം, എന്നെ ഒന്നും ആരും വിളിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞത് തെറ്റാണ്. നിന്റെ വായിൽ നിന്നും വന്നിട്ടുള്ള തെമ്മാടിത്തരം അത് കേട്ടിട്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. അത് ആദ്യം നീ മനസ്സിലാക്കുക. നമുക്ക് ബാക്കി കൂടി കേട്ടോക്കാം. ഒന്നാമത്തെ കാര്യം, ഞാനൊരു വീഡിയോയിൽ പറയുന്നു, ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ അബോർഷൻ ചെയ്തു എന്ന് പറയുന്നു എന്ന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പലരുടെയും കയ്യിലുണ്ടാവും. ഞാനത് റിമൂവ്, എന്നെക്കൊണ്ട് സ്റ്റേഷൻ സൈബർ സെൽ ഓഫീസിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു. അപ്പം നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം, ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കുട്ടി പറഞ്ഞത് എന്താ, ഞാൻ അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞു. അതിലർത്ഥം എന്താ, അവളത് ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഒരു സംശയം. ചേച്ചി എങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞു? അതിനുള്ള ഉത്തരം ചേച്ചി വീഡിയോ ആയിട്ട് പുറത്തിറക്കുക. ചേച്ചി എങ്ങനെ അറിഞ്ഞു? ചേച്ചിയും ഡോക്ടറുമായിട്ട് ഇത്രയ്ക്ക് ലിങ്ക് ആണോ? അത് അവരൊരു പ്രൊഫഷനാണ്. അവരൊരിക്കലും ഫാമിലി അല്ലാത്ത ഒരു മൂന്നാമതൊരാളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയില്ല. ഇത് അബോർഷൻ ആണെന്നുണ്ടെങ്കിലും എന്ത് അസുഖമാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുക്കത്തില്ല. പിന്നെ അതിനുള്ള അധികാരമുള്ള അതോറിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ ഡോക്ടർമാർ തുറന്നു പറയും. പക്ഷെ ഒരു ഫാമിലി അല്ലാത്ത മൂന്നാമതൊരാളുടെ അടുത്ത് ഒരിക്കലും ഒരു ഡോക്ടറും തുറന്നു പറയത്തില്ല. ഡോക്ടർ മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളും തുറന്നു പറയത്തില്ല. അത് അവരുടെ പ്രൊഫഷൻ എത്തിക്സ് ആണ്. ചേച്ചി എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ചേച്ചി എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു കാര്യം ചേച്ചി വേറൊരു വീഡിയോയുമായിട്ട് വന്ന് വ്യക്തമാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നല്ല മുട്ടൻ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കും. ബാക്കി കൂടി കേട്ട് നോക്കാം. പിന്നെ വേറൊരു കേസ് ഞാൻ കേട്ടത് എന്താ വെച്ചാൽ, കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ അറിയാലോ. ഒരു വിവാഹം ഉറപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യാജ പ്രചരണം നടത്തുമ്പോഴേക്കും ആ വിവാഹം
മുടങ്ങാൻ സ്വാഭാവികമായിട്ടും നിൽക്കൂല. കാരണം അത് ആ കുട്ടി ഈ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടില്ല, കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ പിന്നെ ആ വിവാഹം മുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ചെക്കൻ്റെ വീട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക. ഒരാളൊരു വാക്ക് പറയുമ്പോഴേക്കും ഒരു വിവാഹം എന്തായാലും മുടങ്ങിപ്പോകില്ലല്ലോ. അപ്പം അത്രമേൽ സത്യമുണ്ട് എന്നുള്ളത് ചെക്കൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കി. ഏതായാലും ചെക്ക, നീ പിന്മാറിയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ബിഗ് സല്യൂട്ട്. ഇനിയിപ്പോൾ പിന്മാറിയിട്ടില്ലെങ്കിൽ കാലം ഇത് എങ്ങനെയാണ് തെളിയിച്ച് തരാമെന്നറിയോ? പലർക്കും പറ്റുന്നൊരു സംഭവമാണ്. ആദ്യം നിങ്ങൾ അബോർഷൻ ചെയ്യാൻ പോയാൽ പിന്നെ ദൈവം ഒരു കുഞ്ഞിനെ തരൂല. അപ്പോൾ കുഞ്ഞിനെ തരാതിരിക്കുമ്പോൾ നിനക്കും അങ്ങ് മനസ്സിലാവും, ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യനും അങ്ങ് മനസ്സിലാവും ഇത് സത്യമായിരുന്നോ കള്ളത്തരമായിരുന്നോ എന്നുള്ളത്. എടി പന്ന പുന്നാര മോളെ, അങ്ങനെ തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ. എടി പന്ന പുന്നാര മോളെ, നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നേ? ഇതിനൊക്കെ വേറെ ഭാഷ കൊണ്ട് വേണം സംസാരിക്കാനായിട്ട്, പക്ഷെ സാധിക്കത്തില്ല. ഇത് പല ആളുകളും കാണുന്നൊരു സാധനം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കാത്തത്. ഒരാളുടെ വായേന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതും മതി ഒരാളുടെ ജീവിതം നശിക്കാൻ. അതാദ്യം നീ മനസ്സിലാക്ക്. വെറുതെ യൂട്യൂബിൽ കയറി വന്ന് കോണ 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 കോണാന്ന് പറയാതെ തെളിവുകൾ നീ പുറത്തിറക്കടി നാറി. സ്മൃതിനോടൊരു കാര്യം പറയാനുണ്ട്, എത്രയും പെട്ടെന്ന് നിയമ നടപടിക്ക് ഒരുങ്ങുക. എത്രയും പെട്ടെന്ന് ഇവളെ അകത്താക്കുക, അതാണ് ചെയ്യേണ്ടത്. എൻ്റെ പൊന്നി ജസ്ന പറഞ്ഞല്ലോ, ആരെങ്കിലും വ്യാജ പ്രചരണം നടത്തി കഴിഞ്ഞാൽ കല്യാണം മുടങ്ങുമെന്ന്. 100 ആള് പറയേണ്ട കാര്യമൊന്നുമില്ല, ഒരാൾ പറഞ്ഞാൽ മതി. അതും 10,000 ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന് പറയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ജസ്നയ്ക്ക് അറിയാൻ മേലെ. ഇത്രയും നാള് കൃഷ്ണന്റെ പടം എങ്ങനെ വിറ്റ് പോയെന്നുള്ളത് ജസ്നയ്ക്ക് അറിയാലോ. ഈ ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരുന്ന് കൊണച്ചത് കൊണ്ടാണ് നിന്റെ പടങ്ങൾ വിറ്റ് പോയിട്ടുള്ളത്. അല്ലാതെ കുടുംബത്ത് കയറി ഇരുന്നിട്ട് തെക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്നത് കൊണ്ടല്ലല്ലോ നിന്റെ പടം വിറ്റുപോയത്. ഓൺലൈൻ മീഡിയാസിൽ വന്നിരുന്നിട്ട് കൊണ 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 കൊണാന്ന് നീ പറഞ്ഞത് കൊണ്ടാണ് നിന്റെ പടങ്ങൾ വിറ്റുപോയത്. അപ്പൊ നിനക്കറിയാം ഓൺലൈൻ മീഡിയാസിന്റെ ശക്തി എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ വന്നിരുന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോ ഇൻ കേസ് ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണക്കാരി നീ തന്നെയാണ്. അല്ലാത്ത പക്ഷം നീ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തെളിവുകൾ നിരത്തുക ജസ്ന, തെളിവുകൾ നിരത്തുക. പോക്രിത്തരല്ലേ നീ വിളിച്ചു പറയുന്നത്? ഡാഷേ, ബാക്കി കൂടി കേട്ടോക്കാം. പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ കുരിശിലേറ്റുന്നതിൻ്റെ മുമ്പ് ആ കുട്ടിയെക്കുറിച്ച് അവളുടെ നാട്ടിലൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഓരോരോ പയ്യന്മാരുടെ കൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത്. ഈ പെണ്ണിനെ ഏതോ ലോഡ്ജിൽ നിന്ന് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിൽ ഒതുങ്ങിയത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം എനിക്കെതിരെ കല്ലെറിയോ ചളിവാരിയെറിയോ എന്ത് വേണേലും ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ എത്ര ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും സത്യത്തെ മൂടി വെക്കാൻ പറ്റൂല. ആ കുട്ടിയുടെ കള്ളത്തരങ്ങൾ ഇത്രമേൽ വെളിച്ചത്ത് ചാടാൻ ആ കുട്ടിയുടെ പേജ് എടുത്ത് നോക്കിയാൽ കാണാം. ഒരു കാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട, ഗുരുവായൂർ പ്രശ്നമുണ്ടായ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് ആ കുട്ടിയുടെ പേജിലുണ്ട്. ഈ കുട്ടി ഇവിടെ വന്നു എന്ന് പറയുന്ന ആ ഡേറ്റിൻ്റെ ശേഷമാണ് ഈ കുട്ടി എനിക്ക് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യൽ തുടങ്ങിയത്. എല്ലാ വീഡിയോസും ആ കുട്ടിയുടെ അക്കൗണ്ടിലുണ്ട്, നിങ്ങൾ അതെടുത്ത് നോക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കല്ലെറിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിൽ സത്യമുണ്ടോ എന്ന് പലരും വീഡിയോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ മുഖം ചെയ്യണ്ടേ, ആ പെണ്ണ് പറഞ്ഞതല്ലേ, പക്ഷേ ഇതിൽ സത്യമുണ്ടോ എന്നുള്ളൊരു സംശയത്തോടെയാണ് പലരും ആ വീഡിയോ ചെയ്തത്. പലർക്കും അവളുടെ വോയിസ് ഞാൻ അയച്ച വോയിസ് ആയിട്ട് അയച്ചു കൊടുത്തിട്ട് അവർ ഇവളുടെ വീഡിയോ കോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പുറത്ത് വിടാത്തത് എൻ്റെ മാന്യത വിചാരിച്ചിട്ടാണ്, അല്ലാതെ കേസോ കൂട്ടോ ആകുമെന്ന് പേടിച്ചിട്ടല്ല. കാരണം ഇവൾ തെറ്റ് ചെയ്ത് എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായൊരു സംഭവമാണ്. തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അത്. ഓക്കെ, അതങ്ങ് റിമൂവ് ചെയ്താൽ തീരാവുന്ന വിഷയമല്ലായിരുന്നു. നിനക്ക് എന്നാ മാന്യത ഉള്ളത്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന് വിളമ്പിയിട്ട് അവളുടെ മാന്യത. ഇനി ഒരു പണി, ആ വീഡിയോ കോള് പുറത്തു വിട്. ഇനി സ്മൃതിയുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്തോളാം. നിന്നെ കുറ്റപ്പെടുത്തിയ ഞങ്ങളൊക്കെ നിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്തോളാം. നീ തെളിവുകൾ പുറത്തു വിട്. അല്ലാത്ത പക്ഷം എന്തിന് ഇങ്ങനത്തെ പോക്കൃത്തരം പറയണത്? അറിയാൻ മേലാത്തോണ്ട് ഇരിക്കുകയാണ്. പൊന്ന് ജസ്നെ, ആ പെൺകുട്ടിയെ കുറിച്ച് നീ എന്തൊക്കെയാ പറഞ്ഞു വിട്ടത്? ആ പെൺകുട്ടീനെ ലോഡ്ജിൽ നിന്ന് പൊക്കിയിട്ടുള്ളതാണെന്നൊക്കെ. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നീ അനുഭവിക്കുവോ അതോ ഇനി വരാൻ പോകുന്ന തലമുറ അനുഭവിക്കുവോ? നീ പറ. ഒരു പെൺകുട്ടിയുടെ ശാപം എന്ന് പറഞ്ഞാണ്ടല്ലോ,
ഇതൊക്കെ ഇത്തിരി കൂടിപ്പോയി കേട്ടോ. ഇതൊക്കെ ഇത്തിരി കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ കൂടിപ്പോയി. ഇതിനുള്ള ഉത്തരം സ്മൃതി തന്നെ നൽകും. സ്മൃതിയുടെ വീഡിയോയിലൂടെ സ്മൃതി തന്നെ നൽകും. അത് ഉറപ്പുള്ള കാര്യമാണ്. നീ അത് വാങ്ങിച്ചു കൂട്ടാൻ ബാധ്യസ്ഥയാണ്. ഇനിയാണ് നീ തെളിവുകൾ പുറത്തു വിടേണ്ടത്. പുറത്തു വിട്ടില്ലെങ്കിൽ ജസ്റ്റിനെ പുറകെ ഉണ്ടാവും. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാര് പുറകെ ഉണ്ടാവും. നിന്നെ കൊണ്ട് തുപ്പിപ്പിക്കും, ഛർദിപ്പിക്കും തെളിവുകൾ. നീ പറഞ്ഞിട്ടുള്ള തെളിവുകൾ ഛർദിപ്പിക്കും. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ഡാഷ് മോളെ എന്ത് ചെയ്യണം എന്നുള്ളതും കമന്റ് ബോക്സിൽ അങ്ങ് രേഖപ്പെടുത്താം. അപ്പോൾ ഓക്കെ, ബൈ.